നമസ്കാരം. മനുഷ്യൻ തന്റെ വിധിയുടെ സ്രഷ്ടാവാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ശക്തി തോന്നുന്നില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായും നമ്മുടെ കൈകളിലാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആ അടിസ്ഥാനപരമായ ചോദ്യം. നമ്മുടെ വിധി അത് മറ്റാരോ നേരത്തെ എഴുതിവെച്ച ഒന്നാണോ? അതോ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ അതാണോ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്? സത്യം പറഞ്ഞാലേ നമ്മളിൽ പലർക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും നമുക്കൊരു നിയന്ത്രണവുമില്ല. നമ്മൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്, സാഹചര്യങ്ങളുടെ കൈകളിലെ പാവകളാണ് എന്നൊക്കെ. അതൊരു സാധാരണ ചിന്തയാണ്. അതെ, നമ്മൾ കേട്ട് ശീലിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ തലയെഴുത്ത് അത് ജനിക്കുമ്പോഴേ കുറിക്കപ്പെട്ടതാണ്. അത് മാറ്റാൻ കഴിയില്ല. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, അസുഖങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കും, ശരിയാണ്, നമ്മുടെ ഇച്ഛാശക്തിയേക്കാൾ അത്രയോ വലുതാണ് സാഹചര്യങ്ങളെന്ന്. ഈ സ്ലൈഡിൽ പറയുന്ന ആശയം എനിക്ക് വളരെ രസകരമായി തോന്നി. ചില സമയങ്ങളിൽ ഈ വിധി എന്ന് പറയുന്നത് നമുക്കൊരു ആശ്വാസമാണ്, ഒരു മരുന്നുപോലെ, അല്ലേ? വലിയൊരു ദുരന്തം നേരിടുമ്പോൾ ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നത് വേദന കുറയ്ക്കാൻ ഒരു ഡോക്ടർ തരുന്ന ഉറക്ക ഗുളിക പോലെയാണ്. ശരി, അപ്പോൾ ആ ആശ്വാസം അവിടെ നിൽക്കട്ടെ. അതിനപ്പുറമുള്ളൊരു സത്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റിമറിക്കാൻ പോകുന്നത്. ആ പഴയ ധാരണകളെയൊക്കെ നമുക്കൊന്ന് ചോദ്യം ചെയ്താലോ? നോക്കൂ, ജീവിതത്തിലെ അടിസ്ഥാന നിയമമെന്ന് പറയുന്നത് പുരുഷാർത്ഥമാണ്. അതായത് നമ്മുടെ സ്വന്തം പരിശ്രമം. വിധി അല്ലെങ്കിൽ ഭാഗ്യമെന്നൊക്കെ പറയുന്നത് ആ നിയമത്തിലെ ഒരു എക്സെപ്ഷൻ, ഒരു അപവാദം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഏതു നോക്കിയാണ് ജീവിക്കേണ്ടത്? സ്ഥിരമായ നിയമം നോക്കിയാണോ, അതോ വല്ലപ്പോഴും മാത്രം വരുന്ന അപവാദം നോക്കിയാണോ? ഇതൊരു കിടിലൻ ഉദാഹരണമാണ്, അല്ലേ? നല്ല വേനൽക്കാലത്ത് എപ്പോഴോ ഒരിക്കൽ ആലിപ്പഴം പെയ്യുമെന്ന് കരുതി നമ്മളാരും എന്നും കുടയെടുത്തോണ്ട് നടക്കാറില്ലല്ലോ. കാരണം നമുക്കറിയാം അത് സ്ഥിരം സംഭവിക്കുന്ന ഒന്നല്ലെന്ന്. അതുപോലെ തന്നെയാണ് വിധിയും. എപ്പോഴോ സംഭവിക്കാവുന്ന ഒന്നിന്റെ പേരിൽ നമ്മളെന്തിനാണ് നമ്മുടെ പരിശ്രമം നിർത്തുന്നത്? അപ്പോൾ എന്താണ് ശരിക്കും ഈ വിധി? ഈ സ്ലൈഡ് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വരും. ഇന്നലെ നമ്മൾ ഉറയൊഴിച്ചു വെച്ച പാല്, അത് രാത്രി മുഴുവൻ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ് ഇന്ന് രാവിലെ എന്തായി? തൈരായി മാറി, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നലത്തെ ചിന്തകളും പ്രവൃത്തികളുമാണ് പതുക്കെ പതുക്കെ പാകമായി നമ്മുടെ ഇന്നത്തെ വിധിയായി മുന്നിൽ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വിധിയെന്ന് പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടിവീഴുന്ന ഒന്നല്ല. അത് നേരത്തെ എഴുതിവെച്ചൊരു തിരക്കഥയുമല്ല. അതും മറ്റൊന്നുമല്ല, നമ്മുടെ തന്നെ പഴയ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വൈകി വരുന്നൊരു റിസൾട്ട് മാത്രമാണ്. ഈയൊരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലേക്ക് തിരികെ കിട്ടാൻ. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നീതിമാനായ, നിഷ്പക്ഷനായ ഒരു സ്രഷ്ടാവ്, അദ്ദേഹം ഒരു കുട്ടിക്ക് നല്ല ഭാവിയും മറ്റൊരാൾക്ക് മോശം ഭാവിയും എഴുതിക്കൊടുക്കുമോ? സാധ്യതയില്ല. പകരം ആ ശക്തി നമുക്കെല്ലാവർക്കും ഒരേപോലെ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതം എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. ശരി, അപ്പോൾ നമ്മുടെ വിധി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, അതിനുള്ള ശക്തി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതിനുവേണ്ട ടൂൾസ് എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ പറയും ശനിദശയാണ് അല്ലെങ്കിൽ രാഹുകേറിയെന്നൊക്കെ. ആ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറ്റം പറയുന്നത് നമുക്ക് നിർത്താം. കാരണം യഥാർത്ഥ ശക്തിയുടെ ഉറവിടം തേടി നമ്മൾ പുറത്തേക്കൊന്നും പോകേണ്ടതില്ല. അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മുടെ മനസ്സിലും ശരീരത്തിലും. ഇവയാണ് നമ്മുടെ ഉള്ളിലെ ആ 9 ശക്തികൾ, അല്ലെങ്കിൽ നവദുർഗമാരെന്നു പറയാം. നമ്മുടെ ആഗ്രഹം അഥവാ അഭിലാഷം, നമ്മുടെ ചിന്ത, വികാരം, വിശ്വാസം, നമ്മുടെ പ്രവൃത്തി, അതിലുള്ള അർപ്പണബോധം, നമ്മുടെ കഴിവ്, നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കുന്നു എന്നുള്ളത്, പിന്നെ നമ്മുടെ മാന്യത. ഈ 9 കാര്യങ്ങളെ നമ്മൾ ശരിയായി ബാലൻസ് ചെയ്താൽ മതി. ജീവിതത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലാവും. ഇത് വെറും ഒരു തിയറിയല്ല. ലോകത്ത് വിജയിച്ച ഏതൊരാളെ എടുത്തു നോക്കിയാലും അവർ അറിഞ്ഞോ അറിയാതെയോ ഈ 9 ശക്തികളെ നല്ലപോലെ ഉപയോഗിച്ചവരായിരിക്കും. അവർക്ക് ശക്തമായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, വ്യക്തമായ ചിന്തകളുണ്ടായിരുന്നു, സ്വന്തം കഴിവിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവരെ വിജയത്തിലേക്കെത്തിച്ചത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മാറ്റിയാൽ എന്ത് സംഭവിക്കും? ആ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? ഒരിക്കലുമില്ല. അതൊരു ഓളം പോലെ സമൂഹത്തിലേക്ക് പടരും. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്തൊരു മനോഹരമായ ഉപമയാണിത്, അല്ലേ? മികവാണ് മഹത്വമുണ്ടാക്കുന്നത്. നല്ല ആരോഗ്യമുള്ളൊരമ്മയ്ക്കല്ലേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റൂ? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകം നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്വയം നന്നാവണം. നല്ല വ്യക്തികളിൽ നിന്നാണ് ഒരു നല്ല സമൂഹമുണ്ടാകുന്നത്. ഇത് വളരെ സിമ്പിളും പ്രായോഗികവുമായൊരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളോട് സത്യസന്ധമായി പെരുമാറണം, ദയയോടെ പെരുമാറണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ
ആദ്യം നമ്മൾ അവരോട് അങ്ങനെ പെരുമാറണം. മാറ്റം എപ്പോഴും തുടങ്ങേണ്ടത് നമ്മിൽ നിന്ന് തന്നെയാണ്. പ്രസംഗങ്ങളുടെയും എഴുത്തുകളുടെയും കാലം കഴിഞ്ഞു. നമ്മളിനി എത്ര സംസാരിച്ചിട്ടോ എഴുതിയിട്ടോ കാര്യമില്ല. യഥാർത്ഥ മാറ്റം വരുന്നത് വാക്കുകളിൽ നിന്നല്ല, നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ്. നമ്മുടെ പ്രവൃത്തികളാണ് മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ പ്രചോദനം. ഇതാണ് ഈ മുഴുവൻ ചർച്ചയുടെയും കാതൽ, ആ ഒരു വാക്യം, ഹം ബദലേങ്കെ യുഗ് ബദലേഗ. അതായത് നമ്മൾ മാറും, ഈ യുഗം മാറും. ഞാൻ മാറുമ്പോൾ എന്റെ ചുറ്റുപാടുകൾ മാറും. നമ്മളെല്ലാവരും ഒന്നിച്ചു മാറുമ്പോൾ ഈ കാലഘട്ടം തന്നെ മാറും. എന്തു വലിയൊരു ആശയമാണല്ലേ. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം സത്ത, അതിന്റെ ആകെ തുക എന്താണ്? ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? അതെ, നിങ്ങളുടെ ജീവിതം എന്നു പറയുന്നത് ആരെങ്കിലും നേരത്തെ വരച്ചിട്ടൊരു വഴിയല്ല. അതൊരു വലിയ വയൽ പോലെയാണ്, വിശാലമായ സാധ്യതകളുള്ള ഒരു വയൽ. ആ വയലിൽ വിത്ത് വിതയ്ക്കേണ്ടതും അതിനെ പരിപാലിക്കേണ്ടതും അവസാനം വിളവെടുക്കേണ്ടതും നിങ്ങൾ മാത്രമാണ്. നമ്മൾ ഇത്രയും നേരം പങ്കുവച്ച ഈ അറിവുകൾ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മനുഷ്യൻ തന്റെ വിധിയുടെ സ്രഷ്ടാവാണ് എന്ന ഹിന്ദി പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ സംഗ്രഹമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇതൊരു പുതിയ ദിശാബോധം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.